ഹലോ, വീണ്ടും ഗെറ്റ് റെഡി വിത്ത് മീ ഞാൻ ഏട്ടന്റെ റൂമിൽ തന്നെയാണ് ചെയ്യുന്നത്. ഏട്ടൻ ഇവിടെ ഇല്ല. ഏട്ടൻ കൊല്ലത്ത് വർക്കിന് പോയതാണ് ഇന്ന് രാവിലെ. രാത്രി ഒരു 10 ഒക്കെ ആകുമ്പോഴേക്കും തിരിച്ചെത്തും. അപ്പം നമ്മള് നീത്തുമ്മേന്റെ ദക്ഷിണയ്ക്ക് പോവാട്ടോ. ദക്ഷിണ എന്ന് പറയുമ്പം കല്യാണത്തലേന്നൊക്കെ വീട്ടിലുണ്ടാകുന്ന ചടങ്ങില്ലേ, കാരണവന്മാരൊക്കെ അനുഗ്രഹം വാങ്ങിക്കുന്ന ഒരു ചടങ്ങ്, ആ ചടങ്ങാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ ഇന്നത്തെ ഡ്രസ് കോഡ് എന്ന് പറയുന്നത് വേഷ്ടി മുണ്ടാണ്. നീത്തുമ്മ വേഷ്ടി മുണ്ടും കസവ തന്നെയല്ലേ, ആ സെയിം ബ്ലൗസും സെയിം വേഷ്ടി മുണ്ടും അങ്ങനെ. ബാക്കി എല്ലാവർക്കും കളേർഡ് ആയിട്ടുള്ള എന്ത് വേണമെങ്കിലും ഇടാം, അവള് മാത്രം സെയിം കളർ തന്നെ വരുന്ന പോലെ അങ്ങനെ. അപ്പൊ അതിന് പോവാൻ വേണ്ടിയിട്ട് ഞാൻ റെഡി ആവുകയാണ്. അപ്പൊ എനിക്കൊരു നാടൻ ലുക്ക് വേണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ കുറച്ച് സ്ലീവ്ലെസ് ബ്ലൗസ് ആണ്. ഓക്കെ, ബാക്കി നമുക്ക് ഹെയറിലും മേക്കപ്പിലൊക്കെ ഒരു നാടൻ ലുക്ക് കൊണ്ടുവരാൻ പറ്റുമോ നോക്കാം കേട്ടോ. അപ്പം വെൽക്കം ബാക്ക് ടു ദ ലേഡി ആൻഡ് യൂട്യൂബ് ചാനൽ. അപ്പൊ തുടങ്ങാം. ഞാന് നോർമലി ബേസ് എന്റെ കയ്യിലുള്ള സ്റ്റിക്കും കോമ്പാക്ട് ഒക്കെ യൂസ് ചെയ്യാറാണ്. ഇത് അമ്മേന്റെ കയ്യിലുള്ള പ്രൊഡക്റ്റ് ആട്ടോ. ഫേസസ് കാനഡയുടെ എന്താ സ്റ്റോപ്പ് ക്രീം, ഇതും പിന്നെ ഒരു ഫൗണ്ടേഷനും. അപ്പൊ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഇടുന്നതൊക്കെ കണ്ടിട്ടുണ്ട്, മറ്റേ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് അമ്മയ്ക്ക് എങ്ങനെ കിട്ടിയത്. അപ്പൊ അമ്മ പറഞ്ഞു, അമ്മ ഇതുപോലെ ഏതൊരു ഷോപ്പിൽ പോയപ്പം അവരിങ്ങനെ നിർബന്ധിച്ചപ്പോ അമ്മ ഇങ്ങനെ വാങ്ങിച്ചാന്ന് പറഞ്ഞു. പക്ഷെ അത് കുറെ ഞാൻ ആൾക്കാർ യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ആ സ്റ്റിക്കൊക്കെ ഇട്ടിട്ട് ഞാൻ കുറച്ചു നേരം ബ്രഷ് ഒക്കെ വെച്ച് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് വരണം. അപ്പൊ എനിക്ക് മടി ആയതുകൊണ്ടും ഇത് നമുക്ക് പെട്ടെന്ന് ഇടാമെന്നുള്ളത് അമ്മയും ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ കുറെ വീഡിയോസിലും കണ്ടിട്ടുണ്ട്. അപ്പം വിചാരിച്ചു ഓക്കെ, ഇന്നിപ്പോ ഇത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇടും പോലെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ലെറ്റ്സ് ട്രൈ ഇറ്റ് ഔട്ട്. എനിക്ക് കുറച്ച് വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. രാവിലെ എഴുന്നേറ്റ് ഞാൻ വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്തു. ഭക്ഷണമൊക്കെ കഴിച്ച് കുളിച്ചു വന്നു. ഞാൻ മെഹന്തി ഇട്ടു കേട്ടോ ഇന്നലെ പോയിട്ട്. ഒരു കയ്യിലിങ്ങനെ ഒരു കയ്യിലിങ്ങനെ. എനിക്കിതാ കൂടുതൽ ഇഷ്ടമായത്. ഓക്കെ, കൊള്ളാം അല്ലേ? ഗുഡ്. ഇന്നലെ അടിപൊളിയായിരുന്നു കേട്ടോ. എൻ്റെ അടുത്ത് ആക്ച്വലി കഴിഞ്ഞ ദിവസം പോയപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ മെഹന്തി ഇടാൻ ആള് വരും, അപ്പം നേരത്തെ വരണം, നമുക്ക് മെഹന്തി ഒക്കെ ഇടാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ മെഹന്തി ഇടാറേ ഇല്ല, എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് മെഹന്തി ഇടുന്നത്. ഏട്ടന് മെഹന്തി ഇടുന്നത് ഇഷ്ടമല്ല, അപ്പൊ അതുകൊണ്ട് ഞാൻ മെഹന്തി ഇടാറില്ല. ഏട്ടന് ഇഷ്ടമില്ലാത്ത എന്താ വെച്ചാൽ ആ ഗ്രീൻ കളറിൽ നല്ല ഭംഗിയാണ്, പിന്നെ ഇങ്ങനെ റെഡ് ആയിട്ട് ഇരിക്കുമ്പോഴും ഭംഗിയാണ്. പക്ഷെ ഇത് പോകുന്ന സമയത്ത് ഇങ്ങനെ ചൊറി പിടിച്ച പോലെ പോവില്ലേ, അപ്പം കൈ ഭയങ്കര വൃത്തിയിടാവൂലേ, അത് ഇഷ്ടമല്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാൻ ഇടാറുണ്ടായിരുന്നില്ല. ഇപ്പൊ കുറെ കാലം വെച്ചാൽ കുറെ വർഷത്തിന് ശേഷമാണ് ഞാൻ ഇന്നലെ ഇടുന്നത്. എല്ലാരും ഒരുപോലെ ഇട്ട്, ഐ മീൻ ബ്രൈഡ് മെയ്ഡ്സ് ഒക്കെ ഒരുപോലെ ഇട്ടിട്ടുള്ളത്. ബ്രൈഡ് ഇട്ടിട്ടില്ല, അവക്ക് അലർജി ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ രാവിലെ കല്യാണത്തിന്റെ ലുക്കും പിന്നെ വൈകുന്നേരം റിസപ്ഷന്റെ ലുക്കും രണ്ടിലേക്കും കൂടി അത് മാച്ച് ആയിപ്പോലെ. പിന്നെ അൽത്ത ഇടൂല, അതാണെന്ന് തോന്നുന്നു ഇടാൻ പ്ലാന്. അങ്ങനെ അപ്പൊ അങ്ങനെ മെഹന്തി ഇടാന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചിട്ടുണ്ടായത്. പിന്നെ എനിക്ക് ഞാനിപ്പോ നീത്തുമ്മേന്റെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് നല്ല കൂട്ടെ. അപ്പൊ അവരാണ് എനിക്കിപ്പോ ചേച്ചി എവിടെയാ, ചേച്ചി എപ്പോഴാ വരെ, എത്ര മണിക്ക് എത്തും എന്നൊക്കെ പറഞ്ഞ് അവരാണ് എനിക്ക് മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവര് പറഞ്ഞു നമ്മളിങ്ങനെ വൈകുന്നേരം ബ്രൈഡ് ടു ബി പ്ലാൻ ചെയ്യുന്നുണ്ട്, അപ്പം ചേച്ചി ബ്ലാക്ക് ഡ്രസ് ഇട്ടിട്ട് വരണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ ഓക്കെ, ഞാൻ ബ്ലാക്ക് ഇട്ടിട്ട് വരാം. പക്ഷെ പറഞ്ഞ സർപ്രൈസ് ആണ്, അവർക്ക് അറിയില്ല നമ്മളിങ്ങനെ എന്താ പറയാ ഒരു ട്രാൻസിഷൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ബിഫോർ ലുക്കും ആഫ്റ്റർ ലുക്കും എന്ന് പറഞ്ഞിട്ട്. അപ്പം ആഫ്റ്റർ ലുക്കില് നമ്മളെല്ലാരും ഫ്രണ്ട്സും കസിൻസ് ഇവരെല്ലാരും ബ്ലാക്ക് ഡ്രസ്സും അവള് വന്നിട്ട് വേറെ ഏതെങ്കിലും ഡ്രസ്സും ഇടും. അപ്പൊ എല്ലാരും ബ്ലാക്ക് ഡ്രസ്സാന്നൊക്കെ പറഞ്ഞിട്ടാണ്
അങ്ങനെ അങ്ങനെ കളത്രം പറഞ്ഞിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഓക്കെ എന്നൊക്കെ പറഞ്ഞു. അവളപ്പുറത്ത് അവള് ഇന്നലെ മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല മിന്നാന്ന് പരിപാടി സംഗീതം കഴിഞ്ഞിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് കിടക്കട്ടെ വേണ്ട ഒരു 1/2 hour 1 hour അവള് കിടക്കാൻ പോയി. കിടക്കാൻ പോയ സമയത്ത് ഞങ്ങൾ അപ്പുറത്ത് നമ്മീന്റെ റൂമില് എല്ലാം സെറ്റ് ചെയ്ത് ഞാൻ സത്യത്തെ ഹെൽപ്പ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ വന്ന ഉടനെ തന്നെയാണ്, ഞാൻ വൈകുന്നേരം ഒരു 5:30 ഒക്കെ ആയിട്ട് അവിടെ എത്താൻ. അപ്പം തന്നെയാണ് എന്താ പറയാ, മെഹന്തി ഇടുന്ന ആള് രാവിലെ വന്നിട്ടുണ്ടായിരുന്നു. 12 ആൾക്ക് എങ്ങാണ്ട് മെഹന്തി ഇട്ടു. അപ്പൊ അവര് രാവിലെ വന്നിട്ട് ഞാൻ എത്തിയപ്പോഴാണ് ലാസ്റ്റ് എനിക്കും കൂടി ഇടാനുണ്ടായിരുന്നുള്ളൂ. അപ്പൊ കയറിയപ്പോ തന്നെ മെഹന്തി ഇട്ടു. മെഹന്തി ഇട്ടപ്പം പിന്നെ എനിക്ക് കൈ വെച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ എനിക്ക് ഹെൽപ്പ് ചെയ്യാനും പറ്റില്ല, പക്ഷെ ഞാൻ നോക്കിയിരുന്നു അവിടെ. അങ്ങനെ അവൾ ഉറങ്ങിണീറ്റ് നമ്മളെല്ലാരും ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇട്ട്, ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിൽ അത് ആഡ് ചെയ്യുന്നുണ്ട്, ലാസ്റ്റ് ഷോട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അവിടുന്ന്. അപ്പം റോസൊക്കെ അവർക്ക് കൊടുക്കുക ചെയ്ത്. അപ്പൊ അവള് വന്ന് വാതിൽ തുറന്നപ്പോ ശരിക്കും ഞെട്ടി, കരഞ്ഞു. സന്തോഷം കൊണ്ട് കേട്ടോ, അടിപൊളിയായിരുന്നു. ഞാനും കരഞ്ഞു, എനിക്കും സന്തോഷം കൊണ്ടായിരുന്നു. സംഗീതിനും കുറേ മൊമെന്റ് എനിക്കിപ്പോഴും മൈൻഡിലേക്ക് അറിയാം ഏതൊക്കെ മൊമെന്റ് ഞാൻ കരഞ്ഞിട്ടുള്ളതെന്ന്. ഫസ്റ്റ് ഞാൻ കരഞ്ഞ മൊമെന്റ് നമ്മയാണ് കോമ്പയറിങ് ചെയ്തിട്ടുണ്ടായത്. അപ്പൊ അവള് സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഇമോഷണലായി. അത് കഴിഞ്ഞിട്ട് ഇവരൊരു വീഡിയോ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കണ്ടപ്പോ ഞാൻ ഇമോഷണലായി. അത് കഴിഞ്ഞിട്ട് ഗ്രൂമിന്റെയും ബ്രൈഡിന്റെയും എൻട്രി ഇട്ടായിരുന്നു, അപ്പൊ ഞാൻ ഇമോഷണലായി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പരിപാടി ഡാൻസും പാട്ടൊക്കെ തുടങ്ങിയപ്പോ ഇവര് നീത്തുമ്മയും അച്ചും കൂടി ഭയങ്കര രസമായിട്ട് ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, എൻജോയ് ചെയ്തിട്ട്. അപ്പൊ അത് കണ്ടപ്പോഴും അവരൊരു 9 years റിലേഷൻഷിപ്പ് ആട്ടോ. അപ്പൊ അത് കണ്ടപ്പോഴും ഞാൻ ഭയങ്കര ഇമോഷണലായി. അടിപൊളിയായത്. ഇന്നലെ അതേപോലെ ഈ ബ്രൈഡ് ടു ബി പരിപാടിയൊക്കെ തുടങ്ങിയ കഴിഞ്ഞിട്ട് പിന്നെ ഓരോരുത്തർ പോയിട്ട് അവർക്ക് ഇങ്ങനെ കേക്ക് കൊടുക്കുന്ന പറയും, സൂസുമ്മ എന്തമ്മ ഇവിടെ, എന്തമ്മ അവിടെ സൂസിത് വന്നെ, എന്തമ്മ മേക്കപ്പ് ചെയ്യട്ടെ, ഇവിടെ മേക്കപ്പ് ചെയ്യാനേ. അങ്ങനെ ഓരോരുത്തർ പോയിട്ട് ഇങ്ങനെ കേക്ക് കൊടുക്കുക. അപ്പൊ ഞാൻ കേക്ക് കൊടുത്ത് ആക്കിയത് ഞാൻ കരഞ്ഞു പോയി. പെട്ടെന്ന് ഇമോഷണൽ ആവും, എനിക്കറിയില്ല എന്താ, കരച്ചിൽ വന്നാൽ പിടിച്ചു വെക്കാൻ പറ്റില്ല. ചോക്കെ കരയുന്നൊക്കെ നല്ലതാ. വർത്താനം പറഞ്ഞു മേക്കപ്പ് ഒന്നും ചെയ്യില്ല. എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടു കേട്ടോ, ഇത് നന്നായിട്ടുണ്ട്. ഐബ്രോ സൈഡ് ഞാൻ എപ്പം ഐബ്രോസ് ചെയ്ത് കഴിഞ്ഞാലും ഈ ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ കോംബ് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോഴെനിക്കൊരു നാച്ചുറൽ ഫീല് കിട്ടാറ്. നമ്മളിങ്ങനെ കല്യാണത്തിന്റെ എല്ലാ പരിപാടിക്കും പോകുന്നത് നമുക്ക് അവരത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ടാട്ടോ. അമ്മ അച്ഛൻ എന്ന് പറഞ്ഞാൽ അച്ഛനും ഇവിടുത്തെ അമ്മേനെ അവര് മമ്മീന്നാ വിളിക്കുക. അവർക്ക് അവർ മീൻ ചെയ്ത് തന്നെ വിളിക്കുന്നതാണ്. അങ്ങനെ അമ്മേന്റെ അച്ഛന്റെ സ്ഥാനത്തുള്ള ആൾക്കാർ തന്നെയാണ് അവര്. ഞങ്ങളെക്കാളും പരിപാടി അവിടുത്തെ, ഞാനും ഏട്ടനൊക്കെ ഇപ്പൊ ഈ കല്യാണം സംബന്ധിച്ചുള്ള പരിപാടിയൊക്കെ പോകുന്നുള്ളൂ. അല്ലാതെ പെണ്ണ് കാണാൻ ചെക്കന്റെ വീട്ടിൽ നിന്ന് വരലും അങ്ങനെ ഉറപ്പിക്കൽ പരിപാടി, ഇതിനൊക്കെ അമ്മയും അച്ഛനൊക്കെ എല്ലാ പരിപാടിക്കും അവര് പോയിട്ടുണ്ട്. കണ്ണെഴുതാം. എരിയുന്നൊന്നുമില്ല, പക്ഷെ ബുദ്ധിമുട്ട്. ഐസ് ഡൺ. എന്റെ ഈ ബ്ലൗസും ഏട്ടൻ സ്റ്റിച്ച് ചെയ്താട്ടോ. എപ്പൊ സ്റ്റിച്ച് ചെയ്താന്ന് ചോദിച്ചാല് ഏതോ ഒരു ഓണത്തിന് ചെയ്തതായിരുന്നു. ഏതോ ഒരു ഓണം പറഞ്ഞാൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള ഓണം, കോഴിക്കോടൊക്കെ ഉള്ള ഒരു ഓണം. നമ്മളെ ഹോൾ ഫാമിലി ഉണ്ടായിരുന്ന ഒരു ഓണമായിരുന്നു. നമ്മളെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു സെലിബ്രേറ്റ് ചെയ്തത്. ആ ഓണത്തിന്റെ ബ്ലൗസാ. ഇതും ഞാൻ സ്റ്റിച്ച് അയച്ചിട്ട് എടുത്തത്. അപ്പൊ നാളെ കല്യാണത്തിന് ഇടുന്ന ബ്ലൗസും ഏട്ടൻ 2 ദിവസം മുന്നേ സ്റ്റിച്ച് ചെയ്തതാ. ഏട്ടൻ ഞാൻ ഇങ്ങനെ ഇത് പറയുമ്പോ ഏട്ടൻ പറഞ്ഞു, നീ എന്നെ ഒരു ടൈലർ ആക്കുമെന്ന് ഞാൻ ചോദിക്കുന്നുണ്ട്. ഏട്ടൻ ആക്ച്വലി സ്റ്റിച്ച് ചെയ്യാൻ ഇഷ്ടം. ഞാൻ ഏട്ടൻ ഒരുമിച്ചാണ് പഠിച്ചിട്ടുണ്ടായത്. ഏട്ടൻ ഫാഷൻ ഡിസൈനിങ് ജോയിൻ ചെയ്തപ്പോൾ ഞാനും ഏട്ടൻ്റെ കൂടെ പോയി ജോയിൻ ചെയ്തു. എനിക്ക് അതിനെപ്പറ്റി വലിയ അറിവുണ്ടായിട്ടോ അതിനോട് താല്പര്യം ഉണ്ടായിട്ടോ അല്ല, ഏട്ടൻ പോയി ഞാനും പോയി ജോയിൻ ചെയ്തു. അപ്പം അന്നേ ഇങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്യണം, മറ്റേ പ്രൊജക്റ്റിലൊക്കെ നമുക്ക് നമ്മൾ ചെയ്തിട്ടുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കണം.
ടൈനി ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെക്കുക. അപ്പം ഏട്ടനാണെങ്കിൽ ഫുൾ ടൈം മെഷീന്റെ മുകളിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമ്മളെ മാം പറയും, അമലെ നീ ടൈലർ അല്ല, നീ ഡിസൈനർ ആന്ന് പറയും. പക്ഷെ ഏട്ടന് ഇഷ്ടമായിട്ട് ചെയ്യുന്നതായിരുന്നു. പിന്നെ ഈ മേക്കപ്പിലേക്ക് മാറിയതിനു ശേഷം അങ്ങനെ സ്റ്റിച്ച് ചെയ്യാറില്ല. എനിക്ക് എപ്പോഴെങ്കിലൊക്കെ എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്തു തരും, അങ്ങനെയേ ഉള്ളൂ. ഇതിന്റെ നമ്മൾ പഠിച്ചിറങ്ങിയ സമയത്ത് ഒരു ബുട്ടീക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കോഴിക്കോട്. ആ സമയത്ത് ഏട്ടൻ നന്നായിട്ട് ചെയ്യായിരുന്നു. അപ്പൊ ഏട്ടൻ തന്നെയായിരുന്നു മെറ്റീരിയൽ പോയി സെലക്ട് ചെയ്യലും സ്റ്റിച്ച് ചെയ്യലും ഡിസൈൻ ചെയ്യലും എല്ലാം ഏട്ടൻ തന്നെയായിരുന്നു. എല്ലാം ഒറ്റയ്ക്ക്. പക്ഷെ അങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യരുത്, നമ്മൾ ഡിവൈഡ് ചെയ്യണം പണി. അങ്ങനെ എനിക്കാണെങ്കിൽ ഏട്ടൻ സ്റ്റിച്ച് ചെയ്താലാണ് പെർഫെക്റ്റ് ആയിരിക്കുക. പുറത്ത് കൊടുത്തു കഴിഞ്ഞാല് ഞാൻ പിന്നെയും പോയി പിന്നെയും പറഞ്ഞ് അവിടെ ശരിയാക്കി ഇവിടെ ശരിയാക്കി അങ്ങനെ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. പക്ഷെ ഏട്ടൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എനിക്ക് എപ്പോഴും നന്നായിട്ട് വരാറുണ്ട്. പക്ഷെ ഏട്ടന് ഈ ബാക്ക് പെയിൻ ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഇതിന് മുകളിൽ ഇരിക്കാൻ പറ്റില്ല എപ്പോഴും. ഞാനും അമ്മയും അച്ഛനുമാണ് പോകുന്നത്. മേക്കപ്പ് കഴിഞ്ഞു. ഞാന് വേഷ്ടി മുണ്ട് കൊടുക്കണം. നോർമലി ഞാൻ അന്ന് വിഷുവിന് എടുത്തില്ല, അത് കഴിഞ്ഞിട്ട് പിന്നെ വേഷ്ടി മുണ്ട് കൊടുത്തിട്ടില്ല. വേഷ്ടി മുണ്ട് കൊടുക്കാൻ അറിയില്ല, നോക്കട്ടെ താഴെ പോയിട്ട്. അമ്മയ്ക്കും വലിയ പിടുത്തല്ല. അപ്പൊ ഞാൻ അമ്മയും കൂടി പോയിട്ടൊന്ന് അടി ഉണ്ടാക്കിയിട്ട് വരാം. സാരി ഉടുക്കുക വേഷ്ടി മുണ്ട് ഉടുക്കുക പരിപാടിക്ക് ഞാൻ അമ്മയായിട്ട് എപ്പോഴും അടിയാവും. എന്തായാലും പോയി ഉടുത്തിട്ട് വരാം, എന്നിട്ട് നമുക്ക് ജ്വല്ലറി ഒക്കെ ഇടാം കേട്ടോ. എങ്ങനെയൊക്കെയോ എടുത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. കുറെ നേരം കഷ്ടപ്പെട്ട് ഞാൻ അമ്മയെ യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ നോക്കിയിട്ടൊക്കെ ചെയ്തത്. പക്ഷെ അത്ര വൃത്തിയായിട്ടൊന്നുമില്ല. ഞാൻ ഇതിൽ കമ്മലും ബാക്കി ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് എന്നിട്ട് താഴെ പോയിട്ട് മൊത്തത്തിൽ കാണിച്ചു തരാം കേട്ടോ. അഴിഞ്ഞൊന്നും പോവില്ലേക്ക്, നമുക്ക് നോക്കാം. വാച്ച് ഇടാം. വള എടുത്തിട്ട് വരാം. ഒരു ബ്ലൂ, ഡാർക്ക് ബ്ലൂ കളറാണേ. അതെ, മുടി ജസ്റ്റ് ഞാൻ ഇങ്ങനെ ഒരു എടുത്തിട്ട് അവിടെ ഒരു ക്ലിപ്പ് ഇട്ടു. കമ്മൽ ഇതിടണോ വേറൊരു ജുംക്കിടണോ നല്ലൊരു കൺഫ്യൂഷനിലാണ്. നോക്കാം. ഇതിടണോ, പൊട്ടൂടെ തൊട്ട് തീർക്കാം. സമയായി. വേസ്റ്റ് മുണ്ടെടുത്ത് കുറെ സമയം അങ്ങ് പോയി. This is not bad. നോക്കാം. അതിന്റെ ഇടയ്ക്ക് മൈക്ക് എവിടെയോ കൊണ്ടുവച്ചിട്ടേ കഥകൾ മൊത്തം പറയുന്നു. വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് മനസ്സിലായത്. ഞാൻ ചോദിക്കുന്ന എന്താന്ന് വെച്ചാല് ഈ പൊട്ട് തൊടണോ, ഗോപി പൊട്ട് തൊടണോ, അല്ലെങ്കിൽ ഈ റൗണ്ട് പൊട്ട് തൊടണോ എന്നാണ് നിങ്ങളോട് ചോദിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ താഴെ പോയി അമ്മേനോടും അച്ഛനോടും ചോദിച്ചു ഏതാ നല്ലതെന്ന് ചോദിച്ചിട്ട് ഒരു പൊട്ട് കൺഫേം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം കാണിച്ചുതരാം ഫൈനൽ ലുക്ക് എങ്ങനെയാന്ന്. ഓക്കെ, ഓൾ ഡൺ. ഞാൻ ഫൈനൽ ലുക്ക് കാണിച്ചുതരാം കേട്ടോ.
ഓക്കെ, സമയമായി. പെട്ടെന്ന് ഊബർ ബുക്ക് ചെയ്തിട്ട് നമ്മൾ പോവാണ്. അപ്പോൾ ടാറ്റ, അടുത്ത വീഡിയോയിൽ കാണാം. അടുത്തത് നാളെ കല്യാണമാണ്. പക്ഷെ രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ടൊക്കെ റെഡി ആയിട്ടൊക്കെ വേണം പോകണമെങ്കിൽ. അപ്പോൾ എനിക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ ഷൂട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്യില്ല. എന്നാലും ഞാൻ ഫൈനൽ ലുക്ക് നിങ്ങളെ കാണിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ടാറ്റ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റ. ഞാൻ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ പോയ ദിവസം അല്ലാതെ പിന്നെയുള്ള ദിവസമൊന്നും അവിടെ എത്തിയിട്ട് ഞാൻ ഫോൺ യൂസ് ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല. ഞാൻ ഓൾറെഡി വീട്ടിൽ നിന്ന് ഷൂട്ട് ചെയ്ത് വരുന്നത് കൊണ്ട് ഫോൺ അമ്മേൻ്റെ അച്ഛൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ അവിടെ എൻജോയ് ചെയ്യാറ്. അതുകൊണ്ട് എൻ്റെ അവിടെയുള്ള വീഡിയോസ് ഒന്നും എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. ഓരോരുത്തരോട് ചോദിച്ച് വാങ്ങിയെടുത്തിട്ടാണ് ഇപ്പോൾ വ്ളോഗിലെല്ലാം ആഡ് ചെയ്യുന്നത്. ദക്ഷിണേൻ്റെ അന്നത്തെ മേക്കപ്പ് നീത്തുമ്മയ്ക്ക് നമിയാട്ടോ ചെയ്തത്. എൻ്റെ അവളെ ഏറ്റവും ഫേവറേറ്റ് ലുക്ക് ഇതായിരുന്നു, ദക്ഷിണയുടെ ലുക്ക്. ഇതിനെപ്പറ്റി ഏട്ടനോട് സംസാരിച്ചപ്പോൾ ഏട്ടൻ്റെയും ഫേവറേറ്റ് ദക്ഷിണേന്റെ ലുക്കായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ പറയായിരുന്നു, എനിക്ക് ഏറ്റവും മേക്കപ്പ് ചെയ്ത ഭംഗിയുള്ള ഏട്ടൻ ചെയ്ത് തരുമ്പോഴാ. അതേപോലെ നീത്തുമ്മയ്ക്ക് നമി ചെയ്യുന്നത് അവൾക്കായിരിക്കും അറിയത്തി എങ്ങനെ ചെയ്താലും അവൾ ഏറ്റവും സുന്ദരിയായിട്ട് ഇരിക്കുന്നുള്ളത്. നമ്മൾ അവിടെ എത്തുമ്പോൾ കയറുമ്പോൾ തന്നെയായിരുന്നു പുടവ കൊടുക്കാനുള്ള ആൾക്കാർ ചെക്കന്റെ വീട്ടിൽ നിന്ന് വന്നത്. അപ്പൊ ഞങ്ങൾ അവരെ കൂടെ തന്നെ അങ്ങ് കയറിപ്പോയത്. ഒരു പ്രത്യേക ഒരു മൂഡായിരുന്നു കേട്ടോ അവിടെ എത്തിയപ്പോ. സ്റ്റേജ് ചെയ്തതും അടുത്ത ഡെക്കറേഷൻസും അതുപോലെ തന്നെ എല്ലാവരും വെഷ്ടിമുണ്ടൊക്കെ എടുത്തിട്ട് ഭയങ്കര രസമായിരുന്നു. പുടവ കൊടുത്തോട്ടെ, പുടവ വാങ്ങിച്ചോട്ടെ. ഈ ചടങ്ങൊക്കെ ഞാൻ പണ്ട് ചെറുതിൽ എപ്പോഴോ കണ്ടിട്ടുണ്ട്, അല്ലാണ്ട് ശ്രദ്ധിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് തോന്നുന്നു പുടവ കൊടുക്കാനുണ്ടോ, പുടവ വാങ്ങിച്ചോട്ടെ എന്നൊക്കെ ചോദിക്കുന്നത് കണ്ടത്. ചേച്ചി വാ. ഓഹോ, അങ്ങനെയോ? വീഡിയോയാ ഒരേ പറ. ബ്ലൂ ബ്ലൗസും വേഷ്ടി മുണ്ടൊക്കെ ഇട്ടിട്ട് കണ്ടോ അമ്മ സുന്ദരിയായിട്ടില്ലേ? അമ്മ തന്നെയാട്ടോ ഒരുക്കിയത്, ഞാനല്ല ഒരുക്കിയത്. അപ്പൊ മെയിൻ പരിപാടിയൊക്കെ തുടങ്ങി. അച്ഛന് ദക്ഷിണ കൊടുത്തു, അവള് അനുഗ്രഹമൊക്കെ വാങ്ങിച്ചു. അടുത്തത് അമ്മയാണ്. ഞാൻ മാറി നിന്ന് പരിപാടികളൊക്കെ കണ്ടോണ്ട് നിൽക്കുന്നുണ്ട്. അപ്പം കരയരുത് ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ എങ്ങനെയെങ്കിലും സെറ്റാക്കാം. പക്ഷെ അമ്മ അച്ഛനും പോയി അമ്മ ദക്ഷിണ വാങ്ങിച്ചപ്പോ തിരിച്ചു വരുമ്പോ അമ്മേന്റെ കണ്ണ് നിറഞ്ഞേ കണ്ട്. അപ്പൊ ഞാൻ ഉറപ്പായിട്ടും ഞാൻ കരയുന്നുള്ളത്. എന്നെ വിളിക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വിളിച്ച് നടക്കുന്നു. പക്ഷെ അവസാനം എന്നെ പിടിച്ചു. ഇത് ഞാനാണ് അവൾക്ക് ആദ്യം കൊടുക്കാൻ പോകുന്നത്. അപ്പൊ മാമൻ പറഞ്ഞു, നീയല്ല അവളെ നിനക്ക് തരേണ്ടതൊക്കെ. പിന്നെ അവൾ എനിക്ക് തന്നു. ദക്ഷിണ കൊടുക്കാൻ കയറുമ്പോഴേ ഞാൻ പറഞ്ഞു, ഞാൻ കരയൂലാട്ടോ എന്ന് പറഞ്ഞിട്ടാ ഞാൻ കയറുന്നത്. ഞാൻ അവളെ കണ്ണിലേക്ക് നോക്കുക ചെയ്തില്ല. അപ്പൊ അവൾ പറഞ്ഞു ഞാൻ കരയെന്ന് പറഞ്ഞപ്പോ എനിക്ക് ഉറപ്പായി ഞാൻ കരുതാ. കരഞ്ഞോടിപ്പോയതാണ് ഇപ്പോ. അതിനുശേഷം എനിക്ക് അവളെ നോക്കാനേ പറ്റുണ്ടാവില്ല. കൈയും കാലും വിറക്കി. എനിക്ക് കാണുമ്പോ എനിക്ക് വിങ്ങിപ്പോവാ. നമ്മീൻ്റെതും ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അയ്യോ, കരയുന്നു നോക്ക്. എല്ലാരും കരയണ കാണുമ്പോഴും ഇങ്ങനെ കയ്യില് നിൽക്കുന്നില്ല, അങ്ങനെ വിങ്ങിപ്പോവാണ്. കുറച്ചധികം സമയം എടുത്തിട്ടാണ് ഞാനൊന്ന് ബാക്ക് ടു നോർമലായത്. അതുവരെ ഞാൻ വിളിച്ചു നിൽക്കുന്നു. ഫോട്ടോ എടുക്കാൻ പോലും വിളിച്ചിട്ട് ഞാൻ പോകുന്നേ ഉണ്ടായിരുന്നില്ല. ഫോട്ടോഗ്രാഫറെ വരെ വിളിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ ഒരു സിനിമയ്ക്കുള്ള കിട്ടില്ല, ഇനി ആ ഭാഗത്തേക്ക് ഞാൻ വരില്ല അത് പറഞ്ഞു. പക്ഷെ കുറച്ച് കഴിഞ്ഞ് ഞാൻ സെറ്റായപ്പോ ഞാൻ പിന്നെ വന്ന് ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. ഇതൊക്കെ ഇപ്പോഴല്ലേ പറ്റുള്ളൂ. പിന്നെ എന്റെ ആദ്യമായിട്ട് എനിക്കൊരാള് ദക്ഷിണ തരുന്നതുമാണ്. ഇത് നമിനി നിത്തുമ്മേന്റെ ഒക്കെ മാമനാട്ടോ. ഇതായിരുന്നു ഏറ്റവും ഇമോഷണൽ ആയിട്ടുള്ള ഡേ.